എവിടെയോ കണ്ടതുപോലെ ഉണ്ടല്ലോ. അത് നമുക്ക് നാളെ ശരിയാക്കാം. അവരുടെ മറവിയാണ്. എല്ലാവരും സമ്പാദിക്കാൻ വേണ്ടി അവരുടെ ദിവസം മുഴുവൻ കളയുന്നു. പക്ഷെ ഞാനതിന് ചിലവാക്കുന്ന സമയം വെറും 5 മിനിറ്റ്. 15 വർഷത്തെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഹിസ്റ്ററി ആൻഡ് ട്രെൻഡ്സ് എൻ്റെ ഫിംഗർ ടിപ്സിലുണ്ട്. സിറ്റ്കോയിലെ 5000 ഷെയർ വാങ്ങിച്ചോ. ഗാലക്സിയുടെ ഒരു 1000 എടുത്താൽ മതി. ഓക്കെ. സിറ്റ്കോ ഷെയർ നിനക്ക് ജാക്ക്പോട്ട് അടിക്കുന്ന പോലെ കൃത്യമായിട്ട് ഏതാണെന്നറിയാമെങ്കിൽ മൊത്തം കാശ് നിനക്ക് ഇതിലിറക്കാമല്ലോ അല്ലേ? അത്രയും കാശുണ്ടാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? ഒന്നും നോക്കാത്തൊരു പടത്തിലെ ഹീറോ ആകും. കൂടെ അഭിനയിക്കുന്ന ഹീറോയിനെ വിളിച്ച് കല്യാണം കഴിക്കുക. കല്യാണം താല്പര്യമില്ലല്ലോ. അതല്ലടാ മച്ചാ, എനിക്ക് കുറച്ച് കമ്മീഷനും കിട്ടും. നിനക്കത് വെച്ച് വലിയ ആൾക്കാരെ പോലെ ജനങ്ങൾക്ക് കുറേ നല്ല കാര്യം ചെയ്യാമല്ലോ. നല്ലത് ചെയ്യാന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന പ്രവൃത്തിയില്ല അത് വേണ്ടത്. അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരുടെ വാക്കുകളില്ലെങ്കിൽ അതുണ്ടാവണം. അതല്ലാതെ നാട്ടിൽ നടന്ന സർവ്വ വൃത്തികേടുകളും ചെയ്ത് കൂട്ടിയിട്ട് പേരിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുകയല്ല വേണ്ടത്. എനിക്ക് എത്ര വേണോ അത്രയും സമ്പാദിച്ചാൽ ഞാൻ ഹാപ്പിയാ. ഇത്രയും അറിവെന്ന ദൈവം നിനക്ക് കുറച്ച് ആഗ്രഹങ്ങൾ തരാൻ എന്താ ഞാൻ ആലോചിക്കുന്നത്. ഒരു കല്യാണം കഴിച്ച എല്ലാ ആഗ്രഹവും താനെ വന്നോളൂടാ. പക്ഷെ പാവ പെണ്ണിന്റെ കാര്യം ഓർക്കുമ്പോഴാ. നമ്മളവിടെ പോകുന്ന കാര്യം നീ ഇവനോട് പറഞ്ഞായിരുന്നോടാ? ഞാനൊന്നും പറഞ്ഞില്ല. അമ്മ പേടിക്കാതെ അങ്ങോട്ട് പറ. ഞാനെന്തിനു പേടിക്കണം? അവനെ പറ്റി അവന്റെ അമ്മയല്ലേ ഞാൻ. അങ്ങോട്ട് പറ. അയ്യോ ശിവ, കുറച്ചു നാളായിട്ട് എന്താന്നറിയില്ല, 2 കാലിലും ഭയങ്കര മുട്ടുവേദന. എന്താമേ ഒന്നുകൂടെ പറഞ്ഞേ. അതാ മുട്ട് വേദനിക്കുന്നടാ, എന്താന്നറിയില്ല. ആ ഗോപാൽ ഡോക്ടർ അടുത്ത് എന്നെ ഒന്ന് കൊണ്ടുപോവാമോടാ പ്ലീസ്? എന്തിനാ അമ്മ ഇങ്ങനെ നുണ പറയണേ? സത്യം പറയുമ്പോൾ നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി ഒരു ചെറിയ മൂവ്മെന്റ് റൈറ്റിലേക്ക് പോയിട്ട് തിരിച്ചു വരും. കാരണം നമ്മുടെ റൈറ്റ് സൈഡ് ബ്രെയിനിലാണ് എല്ലാ മെമ്മറി ഉള്ളത്. അമ്മയുടെ കൃഷ്ണമണി ഇപ്പോൾ ഇടത്തോട്ടാ പോയത്. ലെഫ്റ്റ് സൈഡ് ബ്രെയിനിൽ എന്താ ഉള്ളതെന്ന് അറിയോ അമ്മയ്ക്ക്? ഇല്ല. ഭാവന, ക്രിയേറ്റിവിറ്റി, പിന്നെ ഈ നുണ പറച്ചിലും. എന്തിനാടാ നീ ഇത്രയും അറിവുള്ളവനായിട്ട് ജനിക്കാൻ പോയത്? അമ്മയാ പറയുന്നത്. ഇപ്പൊ തന്നെ നീ എന്റെ കൂടെ വരണം, അത്രേ ഉള്ളൂ. മെന്റൽ ഹോസ്പിറ്റലോ? എനിക്ക് വട്ടായി പോയെന്നാണ് അമ്മ പറയുന്നത്. വട്ടന്മാരെ പോലെ സംസാരിക്കാതെ. എനിക്ക് വേണ്ടി ഒരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്യടാ മോനെ പ്ലീസ്. പെറ്റതാണല്ലോ എന്നോർത്ത് 10 മിനിറ്റ്. അത് മതി. Hi Shiva, I'm Dr. Priya. So, tell me more about yourself. ഡോക്ടർ, നമ്മുടെ 2 പേരുടെ സമയം വേസ്റ്റ് ആക്കണ്ട. എന്നെപ്പറ്റി എന്തെങ്കിലും ഒരു ആൻസർ കിട്ടുമെന്ന് വെച്ചാൽ 2 മാസം ചിലവഴിച്ച് സൈക്കോളജി MPhil വരെ ഞാൻ തന്നെ പഠിച്ചത്. പക്ഷെ ഒരു ആൻസറും കിട്ടിയില്ല. എനിക്കുള്ളത് ഒരു രോഗമല്ല, മറിച്ചൊരു സിംറ്റം മാത്രമാണെന്ന് ഉറപ്പിച്ചു ഞാൻ. നിങ്ങൾ 2 മാസം കൊണ്ട് പഠിച്ചത് എനിക്ക് പഠിക്കാൻ 3 വർഷമാണ് വേണ്ടി വന്നത്. നിങ്ങൾ ശരിക്കും ഗിഫ്റ്റഡ് ആണ് ശിവ. ബട്ട് നിങ്ങൾക്ക് മനസ്സ് തുറന്ന് മറ്റുള്ളവരോട് ഇടപഴകാൻ കഴിയുന്നുണ്ടോ? എന്തിനാ വെറുതെ? എല്ലാ റിലേഷൻഷിപ്പിൻ്റെ അവസാനം പെയിനാ. മുങ്ങൂന്നറിയാവുന്ന കപ്പൽ എന്തിനാ വെറുതെ കയറുന്നേ? നിങ്ങളതുകൊണ്ട് ലൈഫ് ലോങ് തനിയെ ജീവിക്കാൻ പോവാ? കല്യാണം കഴിഞ്ഞ് കുടുംബവും കുട്ടികളുമായി സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരാളെ എനിക്ക് കാണിച്ചു തരും. എവിടെയും കേട്ടറിഞ്ഞൊന്നും ആവരുത് കേട്ടോ. നിങ്ങൾക്ക് അറിവുള്ള ഒരാളെ എൻ്റെ കൺമുമ്പിൽ കൊണ്ടുപോവാ. അയാളെ ഗുരുവായിട്ട് സ്വീകരിച്ച് ഞാൻ ഉടനെ കല്യാണം കഴിച്ചോളാം. എന്താ നടന്നതെന്ന് എനിക്കറിയില്ല. ശിവൻ മാത്രം അകത്ത് പോയത്. അവന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു ഗോപാൽ സാർ. എന്തു പറ്റി അമ്മേ? ആ ഡോക്ടറുടെ മോളുടെ കല്യാണം നിശ്ചയിച്ചിരുന്നതാ. എന്നിട്ടിപ്പോ അവൾ അച്ഛനെ വിളിച്ചിട്ട് അവൾക്ക് കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നതാ. നീ അവളോട് എന്തോ നട പറഞ്ഞേ? സത്യം പറഞ്ഞു. നിന്റെ കല്യാണം നടത്താൻ അവളുടെ അടുത്ത് വന്നിട്ട് നീ അവളുടെ കല്യാണം മുടക്കിട്ട് വരുവാ? ഇങ്ങനെ പോയാലും ഇവൻ എന്റെ കല്യാണം നടത്തില്ലെന്നാ തോന്നുന്നത്. കുട്ടി ഇവിടെ വന്നിരിക്കും. സാറേ, നമുക്ക് അറിയുന്ന കുട്ടിയാ. അവന്റെ പെങ്ങളാ സാറേ. അത് പേരെന്താ മോളെ? പ്രിയ. ഒന്ന് പറയടി. അത് കുഴപ്പമില്ല, നീ ഇവിടെ വന്നിരിക്കും. ഏയ് ഇരിക്കടി. എന്താ സാറേ സാറിന്റെ പ്രശ്നം? കണ്ണാടി, കയ്യിൽ ന്യൂസ് പേപ്പർ, വാഴപ്പഴം പോലെ ഉണ്ടല്ലോ. നിനക്ക് വേണ്ടാത്ത പണിയാണ്ടാ. വേഗം പടിയാവാൻ നോക്കടാ. എനിക്ക് ഏതൊരു വിഷയവും പെട്ടെന്ന് പഠിക്കാൻ പറ്റും.
അത് വെറുതെ പഠിക്കാൻ മാത്രമാവരുത്. പക്ഷെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നത്.